ശബരിമല സന്നിധാനത്തിന് മുകളിലൂടെ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ പറന്നത് ഗുരുതര സുരക്ഷാ ലംഘനമെന്ന് എഡിജിപിയുടെ റിപ്പോർട്ട്. കോസ്റ്റ് ഗാർഡിന്റെ വിശദീകരണം തൃപ്തികരമല്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എഡിജിപി എസ് ശ്രീജിത്തിന്റെ റിപ്പോർട്ട് ഇന്ന് സ്പെഷ്യൽ കമ്മീഷണർക്ക് കൈമാറും. സംഭവം പത്തനംതിട്ട SP അന്വേഷിക്കും. വിശദമായ അന്വേഷണത്തിന് എഡിജിപി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എബി ജോൺ തോമസ് ചേരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി. എബി, ഇത് അത്യന്തം ഗൗരവമുള്ള സംഭവം തന്നെയാണ്. അതിൽ സുരക്ഷാ ലംഘനമെന്നാണ് ഇപ്പോൾ എഡിജിപിയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. എന്തൊക്കെയാണ് ഈ റിപ്പോർട്ടിൽ കൂടുതലായി പറയുന്നത്? കോസ്റ്റ് ഗാർഡ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിശദീകരണം തന്നെ നൽകിയിരുന്നു. അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്നുള്ളതാണ് എഡിജിപി ആ റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ആ അന്തരീക്ഷത്തിലുണ്ടായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള മാറ്റം, അതാണ് ആ നിലയ്ക്ക് ഹെലികോപ്റ്റർ അവിടേക്ക് എത്താനുള്ള ഒരു സാഹചര്യമായി അവർ ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു പരിശോധന പറക്കലായിരുന്നില്ല എന്നുള്ളതാണ് ആ വിശദീകരണത്തിൽ കോസ്റ്റ് ഗാർഡ് ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതാണ് എന്നുള്ളൊരു നിർദ്ദേശം, അല്ലെങ്കിൽ ആ ഒരു വിഷയം റിപ്പോർട്ടിൽ എഡിജിപി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്ന ആളുകളുടെ മൊഴിയെടുക്കണം. ഒപ്പം തന്നെ ATCയിൽ കൃത്യമായ രീതിയിലുള്ള അന്വേഷണം നടത്തണം. കാരണം ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഈ ഹെലികോപ്റ്റർ പരിശോധന അവിടെ നടത്തണമായിരുന്നോ എന്നുള്ള തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അവിടെ നിന്നും സ്വീകരിക്കേണ്ടതുണ്ട്. ഒപ്പം ആ ദിവസത്തെ അവിടെ ഉണ്ടായിരുന്ന കാലാവസ്ഥ ഏത് പ്രകാരമായിരുന്നു എന്നതിനെക്കുറിച്ച് കാലാവസ്ഥാ വകുപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തേടേണ്ടതുണ്ട്. തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് പ്രധാനമായും ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നിർദ്ദേശം വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ തന്നെ ഈ കമ്മീഷണർ ഈ കാര്യങ്ങളെല്ലാം തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ ADGP ശ്രീജിത്ത് സമർപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട SP ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ 12 മണിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു ഹെലികോപ്റ്റർ സന്നിധാനത്തിന്റെ മുകളിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായത്. അവിടെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള മേഖലയാണ് എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. കാരണം പമ്പ, നിലയ്ക്കൽ, സന്നിധാനം തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ ഡ്രോൺ പോലും പറത്താൻ അനുമതിയില്ലാത്തൊരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ഹെലികോപ്റ്റർ അവിടേക്ക് പറന്നെത്തുകയും അവിടെ കൊടിമരത്തിന് ഏതാണ്ട് 5 മീറ്റർ മുകളിൽ മാത്രം നിലയുറപ്പിക്കുന്ന ഒരു നിലയുണ്ടാവുകയും ചെയ്യുന്നത്. അതിനുശേഷം ആ ഹെലികോപ്റ്ററിലിരുന്ന ആളുകൾ അതിന്റെ ഈ സന്നിധാനം അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ ചിത്രങ്ങൾ എടുത്തു എന്നുള്ളതാണ് അതിൽ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട, അതായത് ക്ഷേത്രം ജീവനക്കാർ അതിനകത്ത് ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട ഗൗരവമുള്ളൊരു വിഷയം എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് നൽകുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത് സുരക്ഷാ വീഴ്ച അതിനകത്ത് അത് വലിയ ഗൗരവമുള്ളൊരു വിഷയമായി കാണേണ്ടതില്ല. ഇത്തരത്തിൽ ഹെലികോപ്റ്റർ വന്ന് പറന്നപ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ദേവസ്വം ബോർഡിനെ അറിയിച്ചിരുന്നു തുടങ്ങിയിട്ടുള്ള വിവരങ്ങളായിരുന്നു. അതിനെ അതിഗൗരവമുള്ളൊരു വിഷയമായി കാണേണ്ടതില്ല. കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ അതിനെ വിവാദമാക്കേണ്ടതില്ല എന്നുള്ളതായിരുന്നു ദേവസ്വം ബോർഡിന്റെ ഒരു വിശദീകരണമായി വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ ADGP നൽകിയിരിക്കുന്ന ഈ ഒരു റിപ്പോർട്ടിൽ അത് അതീവ ഗൗരവമുള്ള വിഷയമാണ്. സുരക്ഷാ മേഖലയാണ്. അവിടേക്ക് അത്തരത്തിൽ ഹെലികോപ്റ്റർ പറന്നു വരേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. പെരിയാർ കടുവ സംഘത്തിലാണ് ഈ ഒരു സംവിധാനങ്ങളെല്ലാം തന്നെയുള്ളത്. അതുകൊണ്ട് തന്നെ അവിടേക്ക് ഇത്തരത്തിലൊരു പരിശോധന നടത്തേണ്ട ഒരു സാഹചര്യം നിലവിലില്ലാത്തതാണ്. പിന്നെ എങ്ങനെയാണ് അവിടേക്ക് എത്തുന്ന ഒരു നിലയുണ്ടായത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അത്രമാത്രം താഴ്ന്ന ഈ ഹെലികോപ്റ്റർ പറന്നതും പ്രത്യേകമായും പരിശോധിക്കേണ്ട കാര്യമാണ് എന്നുള്ളതാണ്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ആ ദിവസത്തെ റിപ്പോർട്ട്, ഒപ്പം തന്നെ എയർ ട്രാഫിക് കൺട്രോൾ റൂമിൽ നിന്നും ഉള്ള വിശദീകരണങ്ങൾ, ഹെലികോപ്റ്റർ പറത്തിയ പൈലറ്റുമാരുടെ മൊഴിയെടുക്കണം തുടങ്ങിയിട്ടുള്ള 3 പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ് ADGP നൽകിയിരിക്കുന്ന ഈ റിപ്പോർട്ടിലുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതലായിട്ടുള്ള അന്വേഷണം നടത്തുന്നതിന് വേണ്ടി പത്തനംതിട്ട SP ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിന്റെ FIR ഇട്ട് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് പോലീസ്. എന്തായാലും സന്നിധാനത്തിന് മുകളിലൂടെ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ പറന്നത് ഗുരുതര സുരക്ഷാ ലംഘനമെന്നാണ് ADGPയുടെ റിപ്പോർട്ട്. എബിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.